ഒരു ഇന്ത്യൻ പൗരൻ എന്താണ് അതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്? അതൊരു തിരിച്ചറിയൽ കാർഡ് മാത്രമാണോ? അല്ല, അതിലും എത്രയോ വലുതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ അടിസ്ഥാന ശിലകളിലൊന്നായ പൗരത്വത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പൗരത്വം എന്ന ആശയം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു പൗരനും വിദേശിയും തമ്മിലുള്ള അവകാശങ്ങളിലെ വ്യത്യാസങ്ങൾ. തുടർന്ന് ഇന്ത്യയുടെ ഏക പൗരത്വം എന്ന ആ സവിശേഷതയും അതിന്റെ ഭരണഘടനാപരമായ അടിസ്ഥാനവും നമ്മൾ പരിശോധിക്കും. അവസാനം ദേശീയ ഐക്യത്തിൽ ഇതിന്റെ പങ്കെന്താണെന്നും പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രധാന പോയിന്റുകളും നമ്മൾക്ക് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു രാജ്യത്ത് വെറുതെ ജീവിക്കുന്നതും ആ രാജ്യത്തിന്റെ ഭാഗമാകുന്നതും ഒന്നാണോ? ഒരു രാജ്യത്തെ പൗരൻ എന്ന് പറയുമ്പോൾ എന്താണതിന്റെ യഥാർത്ഥാർത്ഥം? പൗരത്വം എന്ന് പറഞ്ഞാൽ അതൊരു ക്ലബ്ബിലെ ഫുൾ മെമ്പർഷിപ്പ് പോലെയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാം, നിയമങ്ങൾ തീരുമാനിക്കുന്നതിൽ പങ്കാളിയാകാം. ഒരു രാജ്യത്തിന്റെ കാര്യത്തിലും ഇത് ഇങ്ങനെ തന്നെയാണ്. ഈയൊരു ഫുൾ മെമ്പർഷിപ്പാണ് പൗരന്മാരെ വിദേശികളിൽ നിന്ന്, അതായത് ഏലിയൻസിൽ നിന്ന് വേർതിരിക്കുന്നത്. പൗരന്മാർക്ക് രാജ്യത്തോടൊരു പ്രത്യേക കൂറും കടമയുമുണ്ട്. തിരിച്ചും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പൗരത്വം കൊടുക്കുന്നത് വ്യക്തികൾക്ക് മാത്രമാണ്, അതായത് നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക്. ഒരു കമ്പനിക്കോ ഒരു സ്ഥാപനത്തിനോ ഒരിക്കലും ഒരു ഇന്ത്യൻ പൗരനാകാൻ കഴിയില്ല. കണ്ടോ, ഇതിലൂടെയാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാഷയും സംസ്ഥാനവും എന്തു തന്നെ ആയാലും ഇന്ത്യൻ എന്ന ഒരൊറ്റ രാഷ്ട്രീയ ഐഡന്റിറ്റി കിട്ടുന്നത്. അപ്പോ ഒരു പൗരനായിരിക്കുന്നത് കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം എന്തൊക്കെയാണ്? ഒരു സിറ്റിസനും ഒരു ഏലിയനും തമ്മിൽ നിയമപരമായി എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്ക് ആ അവകാശങ്ങളുടെ ലോകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. ഈ വ്യത്യാസം വളരെ വ്യക്തമാണ്. ഒരു വശത്ത് നോക്കിയാൽ രാജ്യത്തോട് കൂറു പുലർത്തുന്ന എല്ലാ സിവിൽ, രാഷ്ട്രീയ അവകാശങ്ങളും ആസ്വദിക്കുന്ന പൗരന്മാർ. ഇനി മറുവശത്ത് മറ്റൊരു രാജ്യത്തെ പൗരന്മാരായ വിദേശികൾ. അവർക്ക് ഇവിടെയുള്ള അവകാശങ്ങൾ തീർച്ചയായും പരിമിതമായിരിക്കും. ഇനി പറയാൻ പോകുന്നതാണ് പൗരത്വത്തിന്റെ പ്രീമിയം ബെനിഫിറ്റ്സ്. നമ്മുടെ ഭരണഘടന തന്നെ ചില മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായി സംവരണം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 15 പ്രകാരമുള്ള വിവേചനത്തിനെതിരായ സംരക്ഷണം, ആർട്ടിക്കിൾ 16 പ്രകാരമുള്ള പൊതു തൊഴിലവസരങ്ങളിലെ സമത്വം, പിന്നെ ആർട്ടിക്കിൾ 19 തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം പോലെയുള്ളവ. ഇതൊക്കെ ഇന്ത്യക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക പരിരക്ഷയാണ്. മനസ്സിലായി? അപ്പോ വെറും അവകാശങ്ങൾ മാത്രമല്ല, രാജ്യത്തെ നയിക്കാനുള്ള അധികാരം പോലും പൗരത്വവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. എന്തിനധികം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവികളായ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ജഡ്ജി, ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തണമെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ പൗരനായിരിക്കണം. അതാണ് പൗരത്വത്തിന്റെ രാഷ്ട്രീയ പവർ. ഇനി നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ വളരെ സവിശേഷമായ ഒരു ആശയത്തിലേക്ക് വരാം: ഏകപൗരത്വം അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പ്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ ഇങ്ങനെ ഒരു മാതൃക സ്വീകരിച്ചത്? ഈ ഒരു താരതമ്യം നോക്കൂ. അമേരിക്കയിലൊക്കെ നിങ്ങൾക്ക് ഒരേ സമയം US പൗരനും നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിന്റെ പൗരനുമാകാം. അപ്പോ അവിടെ ഓരോ സ്റ്റേറ്റിലെ പൗരന്മാർക്കും അവകാശങ്ങളിൽ വ്യത്യാസം വരാം. പക്ഷേ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആ വഴി തെരഞ്ഞെടുത്തില്ല. അവരുറപ്പിച്ചു, നിങ്ങൾ കന്യാകുമാരിയിലായാലും ശരി, കശ്മീരിലായാലും ശരി, നിങ്ങൾക്ക് ഒരൊറ്റ പൗരത്വമേ ഉണ്ടാവൂ, അത് ഇന്ത്യൻ പൗരത്വമാണ്. രാജ്യത്തുടനീളം തുല്യത ഉറപ്പാക്കാനുള്ള എത്ര ശക്തമായൊരു തീരുമാനമായിരുന്നു അതല്ലേ? അപ്പോ ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. 1950 ജനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി. ആ ദിവസം ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പൗരന്മാർ? ഭരണഘടന അത് എങ്ങനെയാണ് തീരുമാനിച്ചത്? അതിനുള്ള ഉത്തരം ഇന്ത്യൻ ഭരണഘടനയുടെ 2ാം ഭാഗത്താണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ ആർട്ടിക്കിൾ 5 ഭരണഘടന നിലവിൽ വന്ന ആ ദിവസം ആരാണ് പൗരനെന്ന് കൃത്യമായി നിർവചിക്കുന്നത്. ശരി, അപ്പോ ഈ ആർട്ടിക്കിൾ 5 എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം അത് നിർബന്ധമാണ്. ഇന്ത്യയിൽ ഒരു ഡോമസൈൽ ഉണ്ടായിരിക്കണം. അതായത് ഇന്ത്യയെ തന്റെ സ്ഥിരം ഭവനമായി കാണുന്നു എന്നൊരുദ്ദേശം. വെറുതെ താമസിച്ചാ പോരാ. ഇനി ഈ പ്രധാന വ്യവസ്ഥയോടൊപ്പം താഴെ പറയുന്ന 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടി മതിയായിരുന്നു. 1, അയാൾ ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കണം. അല്ലെങ്കിൽ 2, അയാളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം.
അതുമല്ലെങ്കിൽ 3 ഭരണഘടന നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള 5 വർഷമെങ്കിലും ഇന്ത്യയിൽ സാധാരണ താമസക്കാരനായിരിക്കണം. ഇതാണ് ആർട്ടിക്കിൾ 5ലെ വ്യവസ്ഥകൾ. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒരു പുതിയ സ്കൂള് തുറക്കുന്ന ദിവസം ആർക്കൊക്കെയാണ് അഡ്മിഷൻ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന നിയമങ്ങൾ പോലെയാണ് ആർട്ടിക്കിൾ 5. ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രം ഔദ്യോഗികമായി തുടങ്ങിയപ്പോ ആരായിരുന്നു അതിലെ ആദ്യത്തെ ഒറിജിനൽ മെമ്പർമാരെന്ന് നിർവചിക്കുകയായിരുന്നു ഈ ആർട്ടിക്കിൾ ചെയ്തത്. സിമ്പിൾ അല്ലേ? പക്ഷെ ഇതിനെല്ലാം എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? നമുക്ക് ഈ ഏക പൗരത്വം എന്ന ആശയത്തെ ഐക്യമുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന വലിയ ലക്ഷ്യവുമായി ഒന്ന് ബന്ധിപ്പിച്ചു നോക്കാം. കാരണം ഏകപൗരത്വം എന്നത് വെറുമൊരു നിയമം മാത്രമല്ല, അതൊരു രാഷ്ട്രനിർമ്മാണത്തിനുള്ള ടൂളാണ്. അതെങ്ങനെയെന്നാൽ, ഒന്നാമതായി ഇത് ജന്മസ്ഥലത്തിന്റെ പേരിലുള്ള വേർതിരിവുകളെ ഇല്ലാതാക്കുന്നു. രണ്ടാമതായി രാജ്യത്ത് എവിടെ പോയാലും എല്ലാവർക്കും ഒരേ അവകാശങ്ങൾ നൽകി സാഹോദര്യം വളർത്തുന്നു. മൂന്നാമതായി പ്രാദേശിക വികാരങ്ങൾക്കപ്പുറം നമ്മളെല്ലാം ഇന്ത്യക്കാർ എന്നൊരൊറ്റ വികാരമുണ്ടാക്കുന്നു. അവസാനമായി ഇത് വിഘടനവാദത്തെ ചേർത്ത് നമ്മുടെ രാജ്യത്തെ ഒരുമിച്ചു നിർത്താൻ സഹായിക്കുന്നു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഭരണഘടന ഇങ്ങനെയൊക്കെ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം കുറച്ചുകൂടി സങ്കീർണമാണ്. വർഗീയത, ജാതിസംഘർഷങ്ങൾ, ഭാഷാപരമായ തർക്കങ്ങൾ, ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സമ്പൂർണമായ ഒരു ദേശീയോദ്ഗ്രഥനത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന്. ശരി, അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്താലോ? പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും. ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കുക. 1. പൗരത്വം എന്ന് പറയുന്നത് വ്യക്തികൾക്കുള്ള ഒരു ഫുൾ മെമ്പർഷിപ്പാണ്. 2. ഇന്ത്യയുടെ മോഡൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അത് നമ്മളെ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്നു. 3. ചില മൗലികാവകാശങ്ങളും രാഷ്ട്രീയ അധികാരങ്ങളും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. 4ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ആർട്ടിക്കിൾ 5ലെ വ്യവസ്ഥകൾ ഓർക്കുക. എന്തായിരുന്നു അത്? ഇന്ത്യയിൽ ഡൊമിസൈൽ നിർബന്ധമാണ്. അതോടൊപ്പം മറ്റു 3 കണ്ടീഷനുകളിലോ ഒന്നും. അപ്പോ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. 1950-ൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ സ്ഥാപിച്ച പൗരത്വം എന്ന ഈ അടിസ്ഥാന ആശയം ഇന്നത്തെ ഇന്ത്യയുടെ ഐഡന്റിറ്റിയെയും അതിന്റെ ഭാവിയെയും എങ്ങനെയാണ് തുടർന്നും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കുക. നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി. നമസ്കാരം. ഇന്ത്യയിൽ ആർക്കാണ് പൗരത്വം കിട്ടുക? അത് എങ്ങനെയാണ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുന്നത് ഒരൊറ്റ നിയമമാണ്. 1955ലെ ഇന്ത്യൻ പൗരത്വ നിയമം. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ വിഷയം വളരെ ലളിതമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി നമുക്ക് ഈ നിയമത്തിന്റെ ഓരോ ഭാഗങ്ങളായി വിശദമായി ഒന്ന് നോക്കാം. അപ്പോൾ ഈ വിഷയം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ 1955ലെ നിയമം എന്ന് നമ്മൾ നോക്കും. അതിനുശേഷം എങ്ങനെ പൗരത്വം നേടാം, എങ്ങനെ അത് നഷ്ടപ്പെടാം എന്നുള്ള വഴികളേതൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കും. അവസാനം ഇതെല്ലാം ഓർത്തിരിക്കാൻ ഒരു ചെറിയ റിവിഷനും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം, അല്ലേ? 1955ലെ പൗരത്വ നിയമം. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ പൗരത്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അടിസ്ഥാന ശിലയെന്ന് പറയുന്നത് ഈ നിയമമാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് സംഭവം വളരെ സിമ്പിളാണ്. ഇന്ത്യയുടെ ഭരണഘടന വന്നതിനുശേഷം പൗരത്വത്തെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ആർക്കാണ് പൗരത്വം കിട്ടുക, എപ്പോഴാണത് പോവുക, ഇതിനൊക്കെ കൃത്യമായൊരു നിയമം വേണമല്ലേ? ആ നിയമമാണ് 1955ലെ ഈ ആക്ട്. ഇത് പൗരത്വം നേടുന്നതിനും അത് അവസാനിക്കുന്നതിനും വ്യക്തമായൊരു ചട്ടക്കൂട് നൽകുന്നു. ശരി, അപ്പോൾ നിയമത്തിന്റെ ബേസിക്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കുക? നിയമം പറയുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എത്ര വഴികളുണ്ട് ഇന്ത്യൻ പൗരത്വം കിട്ടാൻ? ഈ 1955ലെ നിയമം പറയുന്നത് 5 വഴികളുണ്ടെന്നാണ്. കൃത്യം 5 വഴികൾ. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഈ 5 വഴികൾ ഇവയാണ്. 1. ജന്മം കൊണ്ട് ലഭിക്കുന്നത്. 2. പിന്തുടർച്ചാവകാശം കൊണ്ട്. 3. അപേക്ഷിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ. 4. വിദേശികൾക്കുള്ള നാച്ചുറലൈസേഷൻ. പിന്നെ 5ാമത്തത് ഏതെങ്കിലും ഒരു പുതിയ പ്രദേശം ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ആദ്യത്തേത്, ഏറ്റവും കോമൺ ആയിട്ടുള്ളത്, ജന്മം കൊണ്ട് കിട്ടുന്ന പൗരത്വം. അതായത് ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് മാത്രം പൗരനാവുക. 1950 ജനുവരി 26 ശേഷം ഇന്ത്യയിൽ ജനിച്ച ആർക്കും പൗരത്വം കിട്ടുമായിരുന്നു. പക്ഷെ പിന്നീട് നിയമത്തിൽ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ അങ്ങനെയല്ല.
കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളൊരു നിബന്ധനയൊക്കെ ഉണ്ട്. അപ്പോ ഇന്ത്യയ്ക്ക് പുറത്താണ് ജനിക്കുന്നതെങ്കിലോ? അതാണ് രണ്ടാമത്തെ വഴി, വംശപരമ്പര വഴി അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശം വഴി. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അച്ഛനോ അമ്മയോ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ആ കുഞ്ഞിനും പൗരത്വത്തിന് അർഹതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനുണ്ട്. കുഞ്ഞ് ജനിച്ച വിവരം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അടുത്തുള്ള ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് മറക്കരുത്. മൂന്നാമത്തെ വഴിയാണ് രജിസ്ട്രേഷൻ. ഇത് എല്ലാവർക്കും പറ്റില്ല. ചില പ്രത്യേക കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ്. അതായത് ഇന്ത്യൻ വംശജർ, ഒരു ഇന്ത്യൻ പൗരനെ കല്യാണം കഴിച്ചയാൾ, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ. ഇവർക്കൊക്കെ ഈ വഴിയിലൂടെ അപേക്ഷിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. അപേക്ഷിക്കുന്നതിന് തൊട്ടുമുൻപ് കുറഞ്ഞത് ഒരു 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. പിന്നെ അനധികൃതമായി കുടിയേറിയവർക്ക് ഇത് ബാധകമല്ല. അതും നാലാമത്തെ വഴി നാച്ചുറലൈസേഷൻ. ഇത് കൂടുതലും യാതൊരു ഇന്ത്യൻ ബന്ധവും ഇല്ലാത്ത വിദേശികൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇതിന് കുറച്ച് കടുപ്പമുള്ള നിബന്ധനകളൊക്കെയുണ്ട്. നല്ല സ്വഭാവം വേണം. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയിൽ അത്യാവശ്യം അറിവുണ്ടായിരിക്കണം. പിന്നെ ഒരു നിശ്ചിത കാലം ഇന്ത്യയിൽ താമസിക്കുകയോ ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി സേവനം ചെയ്യുകയോ വേണം. ഇതൊക്കെ ഓക്കെ ആണെങ്കിലേ ഈ വഴിയിലൂടെ പൗരത്വം കിട്ടൂ. അവസാനത്തെ 5ാമത്തെ രീതി, അതായത് ഒരു പുതിയ പ്രദേശം ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ. ഒരു വിദേശ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഒരു സ്ഥലം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ അവിടുത്തെ ആളുകളുടെ കാര്യം എന്താകും? ആർക്കൊക്കെ ഇന്ത്യൻ പൗരത്വം കൊടുക്കണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കും. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി ഇന്ത്യയുടെ ഭാഗമായപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് പൗരത്വം കൊടുത്തത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ പൗരത്വം കിട്ടാനുള്ള 5 വഴികൾ നമ്മൾ കണ്ടു. ഇനി നാണയത്തിന്റെ മറുവശം നോക്കാം. എങ്ങനെയാണ് ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്? അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാൻ പ്രധാനമായും 3 വഴികളാണുള്ളത്. 1, നമ്മൾ സ്വയം വേണ്ടെന്ന് വെക്കുന്നത്. അതിനെ റിനൗൺസിയേഷൻ എന്ന് പറയും. 2, നമ്മൾ വേറൊരു രാജ്യത്തെ പൗരത്വം എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇത് ക്യാൻസൽ ആവുന്നത്. അതാണ് ടെർമിനേഷൻ. 3ാമത്തത്, ചില ഗുരുതരമായ തെറ്റുകൾക്ക് ഗവൺമെന്റ് നമ്മുടെ പൗരത്വം എടുത്തു കളയുന്നത്. അതാണ് ഡിപ്രിവേഷൻ. ഈ കാണുന്ന ടേബിളിൽ ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസം ഒറ്റയടിക്ക് മനസ്സിലാവും. ആദ്യത്തേത് നോക്കാം, റിനൗൺസിയേഷൻ, അതായത് സ്വമേധയാ ഉപേക്ഷിക്കുന്നത്. പ്രായപൂർത്തിയായ മാനസികമായി ശേഷിയുള്ള ഏതൊരാൾക്കും എനിക്ക് ഇന്ത്യൻ പൗരത്വം ഇനി വേണ്ട എന്ന് എഴുതിക്കൊടുത്ത് അത് ഉപേക്ഷിക്കാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാളിങ്ങനെ പൗരത്വം ഉപേക്ഷിക്കുമ്പോൾ അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും പൗരത്വം നഷ്ടപ്പെടും. പേടിക്കേണ്ട, ആ കുട്ടികൾക്ക് 18 വയസ്സാകുമ്പോൾ വേണമെങ്കിൽ ഇന്ത്യൻ പൗരത്വത്തിന് വീണ്ടും അപേക്ഷിക്കാം. പിന്നെ ഒരു ചെറിയ കണ്ടീഷൻ കൂടിയുണ്ട്. ഇന്ത്യ ഏതെങ്കിലും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഗവൺമെന്റിന് ഈ അപേക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചുവെക്കാൻ അധികാരമുണ്ട്. 2ാമത്തെ വഴി ടെർമിനേഷനാണ്. ഇതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട. സംഭവം ഓട്ടോമാറ്റിക്കായി നടക്കും. നിങ്ങളൊരു ഇന്ത്യൻ പൗരനായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ടുപോയി വേറൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാവും. അത്രയുള്ളൂ. കാരണം ഇന്ത്യയിൽ ഡബിൾ സിറ്റിസൺഷിപ്പ് ഇല്ലല്ലോ. ഇവിടെയും യുദ്ധസമയത്ത് ഈ നിയമം ബാധകമല്ല. അവസാനത്തെ വഴി ഡിപ്രവേഷൻ. അതാണിത് ഗവൺമെന്റ് നിർബന്ധപൂർവ്വം പൗരത്വം റദ്ദാക്കുന്നത്. ഇത് വെറുതെ ഒന്നും ചെയ്യില്ല. അതിന് കൃത്യമായ കാരണങ്ങൾ വേണം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ഫ്രോഡ് കാണിച്ചാണ് പൗരത്വം നേടിയതെങ്കിൽ. 2, ഇന്ത്യൻ ഭരണഘടനയോട് കൂറില്ലായ്മ കാണിച്ചാൽ. 3, യുദ്ധം നടക്കുമ്പോൾ ശത്രുരാജ്യവുമായി ബിസിനസ് നടത്തുകയോ അവരെ സഹായിക്കുകയോ ചെയ്താൽ. 4, പൗരത്വം കിട്ടി 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും രാജ്യത്ത് വെച്ച് 2 വർഷത്തേക്ക് ജയിലിൽ പോയാൽ. പിന്നെ അവസാനമായി തുടർച്ചയായി 7 വർഷം ഇന്ത്യയ്ക്ക് പുറത്ത് താമസിച്ചാലും പൗരത്വം നഷ്ടപ്പെടാം. പക്ഷേ ഇതിൽ പഠിക്കാൻ പോകുന്നവർക്കും ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇളവുകളുണ്ട് കേട്ടോ. അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പൗരത്വം നേടാനും നഷ്ടപ്പെടാനുമുള്ള വഴികൾ, നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്താലോ? അപ്പം നോക്കൂ, സംഭവം സിമ്പിളാണ്. പൗരത്വം നേടാൻ എത്ര വഴികളുണ്ടായിരുന്നു? 5 വഴികൾ. ഇടതുവശത്ത് കാണുന്നവ. നഷ്ടപ്പെടാനോ 3 വഴികൾ. അത് വലതുവശത്തും കാണാം. ഈ 5ഉം 3ഉം എന്ന കണക്ക് ഓർത്തുവെച്ചാൽ തന്നെ പരീക്ഷയ്ക്ക് വലിയൊരു സഹായമാകും. അപ്പോൾ 1955 ഉണ്ടാക്കിയ ഈ നിയമത്തിലെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. അന്നത്തെ ഈ നിയമങ്ങൾ ഇന്നത്തെ കാലത്തെ പൗരത്വത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളെയും സംവാദങ്ങളെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇതൊരാഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇന്ത്യൻ പൗരത്വം എന്താണ് ശരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതൊരു വെറും ID കാർഡാണോ? അല്ല.
നമ്മുടെ ഓരോരുത്തരുടെയും അവകാശങ്ങളുടെയും കടമകളുടെയും ഒക്കെ അടിത്തറയാണത്. ഒരു രാജ്യത്തിന്റെ ഭാഗമാവുക എന്നതിന്റെ നിയമപരമായ വശം എന്താണ്? അതാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് തുടങ്ങാം. പിന്നെ 1955 പൗരത്വ നിയമത്തിലേക്ക് വരാം. അതിനുശേഷം വന്ന പ്രധാന ഭേദഗതികൾ, പിന്നെ ഏറ്റവും പുതിയ 2019 ഭേദഗതിയും NRCയെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. അവസാനം എല്ലാം ഒന്നുകൂടെ ചുരുക്കി പറയാം. അങ്ങനെ പൗരത്വ നിയമത്തിന്റെ ഒരു മുഴുവനായ ചിത്രം നമുക്ക് കിട്ടും. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയത്താണ്. വിഭജനത്തിന്റെ ആ ഒരു കാലം. ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ചോദ്യം ഉയർന്നു വന്നു: ആരാണ് ഒരു ഇന്ത്യക്കാരൻ? ഈ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഈ വിഷയത്തെ സമീപിച്ചത്. അതെ, ആ ചോദ്യം വളരെ വലുതായിരുന്നു, അല്ലേ? ഒരു പുതിയ രാജ്യം ജനിക്കുമ്പോൾ ആരാണ് അതിലെ പൗരന്മാർ എന്ന് എങ്ങനെ തീരുമാനിക്കും? പ്രത്യേകിച്ചും വിഭജനം പോലെ അത്രയും വലിയൊരു മാനുഷിക പ്രതിസന്ധിയുടെ നടുവിൽ. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ചിന്തയിൽ നിന്നാണ് ഭരണഘടനയിലെ പൗരത്വത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ ഒരു കുടിയേറ്റം നിയന്ത്രിക്കാൻ ഒരു സിസ്റ്റം വേണമായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. അതിനായിട്ടാണ് പെർമിറ്റ് സിസ്റ്റം കൊണ്ടുവന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവരെ നിയന്ത്രിക്കാൻ ഈ സിസ്റ്റത്തിലെ ഒരു തീയതി, അതായത് 1948 ജൂലൈ 19, വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറി. ആർട്ടിക്കിൾ 6 പ്രകാരം പൗരത്വം തീരുമാനിക്കുന്നതിനുള്ള ഒരു കട്ട് ഓഫ് ഡേറ്റായി അത് മാറി. ഇവിടെ നോക്കൂ, ആർട്ടിക്കിൾ 6 പ്രകാരം പൗരത്വം നൽകുന്നതിൽ ആ ഒരു തീയതി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. 1948 ജൂലൈ 19 മുൻപ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയവർക്ക് അവരെ സാധാരണ താമസക്കാരായി കണക്കാക്കി. അവർക്ക് പ്രത്യേക രജിസ്ട്രേഷനൊന്നും വേണ്ടിയിരുന്നില്ല. പക്ഷെ ആ തീയതിയിലോ അതിനുശേഷമോ ആണ് വന്നതെങ്കിലോ അവർക്ക് പൗരനാകാൻ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യണമായിരുന്നു. കണ്ടില്ലേ, ആ ഒരൊറ്റ ദിവസം കൊണ്ട് നിയമം എങ്ങനെ മാറിയെന്ന്. അപ്പോൾ ഈ കട്ട് ഓഫ് ഡേറ്റിന് ശേഷം വന്നവരുടെ കാര്യം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അവർക്ക് ചില നിബന്ധനകളുണ്ടായിരുന്നു. 1, പൗരത്വത്തിനായി ഔദ്യോഗികമായി അപേക്ഷിക്കണം. 2, അപേക്ഷിക്കുന്നതിന് തൊട്ടുമുൻപ് കുറഞ്ഞത് 6 മാസമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അല്ലാതെ വെറുതെ വന്നതുകൊണ്ട് മാത്രം പൗരത്വം കിട്ടില്ലായിരുന്നു. അപ്പോൾ ഭരണഘടന ഒരു അടിസ്ഥാനം നൽകി. പക്ഷേ ഭാവിയിൽ പൗരത്വം എങ്ങനെ നൽകും, എങ്ങനെ നഷ്ടപ്പെടും എന്നതിനൊക്കെ വ്യക്തമായ ഒരു നിയമം വേണ്ടിയിരുന്നു, അല്ലേ? അതിനുവേണ്ടിയാണ് പാർലമെന്റ് ഒരു നിയമം പാസാക്കിയത്. അതാണ് 1955 പൗരത്വ നിയമം. ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. നമുക്ക് അതിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ 1950 ജനുവരി 26 ശേഷം, അതായത് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പൗരത്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ 1955 നിയമമാണ്. ഇതിനെ നമ്മുടെ പൗരത്വ നിയമങ്ങളുടെ ഒരു അടിസ്ഥാന ശില എന്നു തന്നെ പറയാം. ഇനി ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് എപ്പോഴും അതേപോലെ നിൽക്കുമോ? ഇല്ല. കാലത്തിനനുസരിച്ച്, രാജ്യത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിലും മാറ്റങ്ങൾ വരും. 1955 പൗരത്വ നിയമത്തിനും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭേദഗതികളുടെ ഒരു ചരിത്രത്തിലൂടെയാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ നോക്കിയാൽ പ്രധാനപ്പെട്ട ചില ഭേദഗതികൾ കാണാം. 1985 അസം കരാറുമായി ബന്ധപ്പെട്ട് ഒരു ഭേദഗതി വന്നു. പിന്നെ 2003 OCI എന്നൊരാശയം കൊണ്ടുവന്നു. അതോടൊപ്പം കോമൺവെൽത്ത് പൗരത്വം എടുത്തു കളഞ്ഞു. 2015 PIO OCI സ്കീമുകൾ ഒന്നാക്കി. കണ്ടില്ലേ, ഓരോ ഭേദഗതിക്കു പിന്നിലും ഓരോ കാരണങ്ങളുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല ആവശ്യങ്ങളോടുമുള്ളൊരു പ്രതികരണമായിരുന്നു ഇതൊക്കെ. ആദ്യത്തെ പ്രധാന ഭേദഗതിയായ 1985 അസം കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു. അസമിലെ വിദേശി പ്രശ്നം പരിഹരിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അത്. ആ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു ഈ ഭേദഗതി. ഇതനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഇന്ത്യൻ വംശജരായ കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാൻ പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനായി 1966 മുൻപ് വന്നവർ, 1966 71 ഇടയിൽ വന്നവർ എന്നിങ്ങനെ 2 കട്ട് ഓഫ് തീയതികളും നിശ്ചയിച്ചു. പിന്നെ 2003 വന്ന മാറ്റം ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഇന്ത്യൻ വംശജരെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ, അതായത് OCI എന്നൊരു ആശയം കൊണ്ടുവന്നത് ഈ ഭേദഗതിയിലൂടെയാണ്. ഇതവർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകി. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം 2015 കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി. നേരത്തെ PIO OCI എന്നിങ്ങനെ 2 തരം കാർഡുകളുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ഒന്നാക്കി. അതോടെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ എന്ന ഒറ്റ സ്റ്റാറ്റസ് മാത്രമായി. പ്രവാസികൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമാക്കാനായിരുന്നു ഈ നീക്കം. ശരി, ഇനി നമുക്ക് ഏറ്റവും പുതുതും ഒരുപാട് ചർച്ചകൾക്ക് കാരണമായതുമായ ഭേദഗതിയിലേക്ക് വരാം.
അതെ, 2019 പൗരത്വ ഭേദഗതി നിയമം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന CAA. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന വ്യവസ്ഥകളെന്ന് നമുക്ക് വസ്തുതാപരമായി ഒന്ന് നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ CAAയുടെ പ്രധാന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. ഇതാർക്കൊക്കെയാണ് ബാധകമെന്ന് നോക്കാം. 1. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വന്നവരായിരിക്കണം. 2. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ എന്നീ സമുദായങ്ങളിൽപ്പെട്ടവരായിരിക്കണം. ഈ നിബന്ധനകൾ പാലിക്കുന്നവരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കില്ല എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വശം. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കട്ട് ഓഫ് ഡേറ്റാണ്. ഈ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ 2014 ഡിസംബർ 31 അതിനു മുൻപോ ഇന്ത്യയിലെത്തിയവരായിരിക്കണം. ഈ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് ഓർത്തുവെക്കണം. ഇനി ഇതിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നിയമം നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ ഈയടുത്ത്, അതായത് 2024 മാർച്ച് 11 ഗവൺമെന്റ് പുറത്തിറക്കി. അതായത് നിയമം പാസായി വർഷങ്ങൾക്ക് ശേഷം അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ തുടങ്ങി എന്ന് സാരം. CAയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന മറ്റൊരു വാക്കാണ് NRC, അല്ലേ? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. അപ്പോൾ എന്താണ് ഈ NRC? നമുക്ക് അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ പൗരത്വ നിയമത്തിൽ തന്നെ സെക്ഷൻ 14A എന്നൊരു ഭാഗമുണ്ട്. ഇതനുസരിച്ച് കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും ഒരു ലിസ്റ്റ്, ഒരു രജിസ്റ്റർ ഉണ്ടാക്കാം. അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ ഒരു നിയമം നിലവിലുണ്ടെങ്കിലും ഇന്നുവരെ അസം സംസ്ഥാനത്ത് മാത്രമാണ് ഈ NRC നടപ്പിലാക്കിയിട്ടുള്ളത്. രാജ്യവ്യാപകമായി ഇത് നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഭരണഘടനയിൽ തുടങ്ങി 1955 നിയമവും അതിലെ ഭേദഗതികളും CAA, NRC വരെ. ഇനി നമുക്കിതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1. ഇന്ത്യൻ പൗരത്വത്തിന് 2 അടിസ്ഥാനങ്ങളുണ്ട്: ഭരണഘടനയും 1955 പൗരത്വ നിയമവും. 2. ഈ നിയമം സ്ഥിരമല്ല. 1985, 2003, 2015, 2019 ഇങ്ങനെ പ്രധാനപ്പെട്ട ഭേദഗതികളിലൂടെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ കാര്യം, ചില തീയതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് 1948 ജൂലൈ 19, പിന്നെ 2014 ഡിസംബർ 31. അവസാനമായി, ഇന്നത്തെ കാലത്ത് പൗരത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ CAA, NRC എന്നീ ആശയങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പൗരത്വ നിയമം നമ്മുടെ രാജ്യത്തിന്റെ യാത്രയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ്. അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ബാക്കിയുണ്ട്: ഭാവിയിൽ ഇന്ത്യയുടെ പൗരത്വ നിയമം ഇനിയും എങ്ങനെ മാറും? ഈ ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി. ശരി, അപ്പോൾ ആരാണൊരു പൗരൻ എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് പ്രയോജനം? ഒരു ഇന്ത്യൻ പൗരനും ഒരു വിദേശിയും തമ്മിൽ അവകാശങ്ങളുടെ കാര്യത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നമുക്കതൊന്ന് നോക്കാം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പൗരത്വം എന്ന് പറയുന്നത് വെറുമൊരു സ്റ്റാറ്റസ് അല്ല. അത് ചില സിവിൽ, പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതായത് പൗരാവകാശങ്ങളിലേക്കും രാഷ്ട്രീയ അവകാശങ്ങളിലേക്കുമുള്ള നമ്മുടെ എൻട്രി ടിക്കറ്റാണ്. ഈ വ്യത്യാസം ശരിക്കും എവിടെയാണ് കാണാൻ കഴിയുന്നതെന്നറിയാമോ? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ, അതായത് മൗലികാവകാശങ്ങളിൽ. നോക്കൂ, ആർട്ടിക്കിൾ 15, 16, 19 ഇതൊക്കെ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. അതായത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നിങ്ങളോട് വിവേചനം കാണിക്കാൻ പാടില്ല എന്നുള്ളത്, സർക്കാർ ജോലിയിൽ എല്ലാവർക്കും തുല്യ അവസരം കിട്ടണമെന്നുള്ളത്, പിന്നെ നമുക്കിഷ്ടമുള്ളത് സംസാരിക്കാനും സമാധാനപരമായി സംഘടിക്കാനും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെ പൗരന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരുതരം പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെയാണ് വോട്ട് ചെയ്യാനുള്ള അവകാശവും, ഒരു MP-യോ MLA-യോ ആകാൻ മത്സരിക്കാനുള്ള അവകാശം. ഇതെല്ലാം ഓൺലി ഫോർ സിറ്റിസൻസ്. അവകാശങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന ഉന്നത പദവികൾ വഹിക്കണമെങ്കിലും ഇന്ത്യൻ പൗരത്വം നിർബന്ധമാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, ഗവർണർമാർ, അറ്റോർണി ജനറൽ ഇങ്ങനെ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട പദവികളും ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളതാണ്. രാജ്യത്തോടുള്ള സമ്പൂർണമായ കൂർ ഉറപ്പാക്കുക എന്നതാണ് ഇതിനു പിന്നിലെ ആശയം. അവകാശങ്ങളുടെ കാര്യം മാത്രമല്ല, കടമകളുടെ കാര്യത്തിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഭരണഘടന പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഒരു വിദേശിക്ക് ഈ കടമകളൊന്നും ബാധകമല്ല. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ എന്തിനാണ് ഈ പൗരൻ, വിദേശി എന്ന വേർതിരിവ് ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നത്? എന്താണ് പൗരത്വം എന്നതിൻ്റെ യഥാർത്ഥ മൂല്യം? നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരു സംഗ്രഹമാണിത്. ആരാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മുഴുവനായും പങ്കെടുക്കേണ്ടത്, ആരാണ് ഈ രാജ്യത്തെ നയിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പൗരത്വം എന്ന് പറയുന്നത് വെറുമൊരു ID കാർഡ് അല്ലാതെയാകുന്നത്.
അപ്പോ നമുക്ക് ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. പൗരത്വമെന്നത് വെറുമൊരു നിയമപരമായ സ്റ്റാറ്റസ് മാത്രമാണോ, അതോ ഒരു ജനാധിപത്യ രാജ്യത്ത് പൂർണ്ണമായി പങ്കാളിയാകാൻ നമ്മളെ സഹായിക്കുന്ന, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൂട്ടം അവകാശങ്ങളാണോ അത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി നമുക്ക് നമ്മുടെ ചർച്ചയുടെ കേന്ദ്രബിന്ദുവിലേക്ക് വരാം. വിദേശ ഇന്ത്യക്കാർ, അതായത് ഇന്ത്യൻ വംശജരായി വിദേശത്ത് താമസിക്കുന്നവർ. അവർക്ക് വേണ്ടി നമ്മുടെ നിയമത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങളുണ്ട്. PIO, OCI എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതെന്താണെന്നും അതിന്റെ പരിണാമം എങ്ങനെയായിരുന്നു എന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോ ആദ്യം തന്നെ PIO, അതായത് ഇന്ത്യൻ വംശജൻ. ആരാണ് ഈ ഇന്ത്യൻ വംശജൻ? നിയമം വളരെ ലളിതമായിട്ടാണ് ഇത് പറയുന്നത്. ഒരാളോ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരോ 1947 വിഭജനത്തിനു മുമ്പുള്ള അവിഭക്ത ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ അവരെ PIO ആയി കണക്കാക്കാം. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇനി അടുത്തത് OCI, അഥവാ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ആ പേര് കേട്ട് തെറ്റിദ്ധരിക്കരുത്. അതിൽ സിറ്റിസൺ എന്ന വാക്കുണ്ടെങ്കിലും ഇത് പൂർണ്ണമായ അർത്ഥത്തിലുള്ള പൗരത്വമല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു തരം പ്രത്യേക സ്റ്റാറ്റസാണ്. ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെയുള്ള ഒരു പ്രിവിലേജ് കാർഡ് പോലെ. ഒന്നുകൂടി വ്യക്തമാക്കാം, OCI കാർഡ് എന്നത് ഇരട്ട പൗരത്വമല്ല. ഈ OCI എന്ന ആശയം ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല കേട്ടോ. അതിന്റെ ഒരു ചെറിയ ചരിത്രമുണ്ട്. 2000 എൽഎംസിംഗി കമ്മിറ്റിയുടെ ഒരു ശുപാർശയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. പിന്നീട് PIO, OCI എന്നിങ്ങനെ 2 സ്കീമുകളുണ്ടായിരുന്നു. അത് കുറേ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കി. അവസാനം 2015 സർക്കാർ ഇതെല്ലാം ഒന്നാക്കി, ലളിതമാക്കി ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ എന്നൊരൊറ്റ സംവിധാനത്തിലേക്ക് മാറ്റി. അപ്പോ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഒരു PIO അല്ലെങ്കിൽ ഒരു OCI കാർഡ് ഉടമയ്ക്ക് എങ്ങനെയാണ് ആ അവസാന കടമ്പയും കടന്ന് ഒരു പൂർണ്ണ ഇന്ത്യൻ പൗരനായി മാറാൻ സാധിക്കുക? അതിനുള്ള നിയമപരമായ വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഇന്ത്യൻ വംശജന് പൗരത്വത്തിനായി രജിസ്റ്റർ ചെയ്യാൻ പ്രധാനമായും 3 കടമ്പകളുണ്ട്. ഒന്നാമത്തെ കാര്യം, അപേക്ഷിക്കുന്നതിന് തൊട്ടുമുമ്പായി കുറഞ്ഞത് 7 വർഷമെങ്കിലും ഇന്ത്യയിൽ സാധാരണ താമസക്കാരനായിരിക്കണം. രണ്ടാമതായി, ഒരു അനധികൃത കുടിയേറ്റക്കാരനായിരിക്കരുത്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഇന്ത്യൻ ഭരണഘടനയോട് കൂറ് പുലർത്തുമെന്ന് പ്രതിജ്ഞയെടുക്കണം. ഈ 3 നിബന്ധനകളും പാലിച്ചേ മതിയാവൂ. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ദീർഘകാലമായി OCI കാർഡ് കൈവശമുള്ളവർക്ക് ഒരു എളുപ്പവഴിയുണ്ട്. 5 വർഷമെങ്കിലും OCI കാർഡ് ഉടമയായിട്ടുള്ള ഒരാൾക്ക് അപേക്ഷിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള 1 വർഷം മാത്രം ഇന്ത്യയിൽ താമസിച്ചാൽ മതിയാകും. നേരത്തെ പറഞ്ഞ 7 വർഷത്തെ നിബന്ധനയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇളവാണിത്. ശരി, അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, OCI കാർഡ് പൂർണ്ണ പൗരത്വമല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്തിനാണ് ആളുകൾ ഇത് എടുക്കുന്നത്? ശരിക്കും ഇതുകൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട്. ആദ്യം തന്നെ യാത്രയുടെ കാര്യം പറയാം. ഏതാവശ്യത്തിനും എപ്പോ വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വരാനും പോകാനും പറ്റുന്ന ഒരു ലൈഫ് ലോങ് വിസയാണിത്. പോലീസിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ടുമില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ NRIകൾക്ക് തുല്യമായ പരിഗണന കിട്ടും. ഡോക്ടർ, വക്കീൽ പോലുള്ള പ്രൊഫഷണലുകൾക്ക് ഇവിടെ ജോലി ചെയ്യാം. എന്തിനധികം, താജ്മഹൽ കാണാൻ പോയാൽ പോലും ഒരു ഇന്ത്യൻ പൗരൻ കൊടുക്കുന്ന അതേ ടിക്കറ്റ് നിരക്ക് കൊടുത്താൽ മതി. ഇതുവരെ നമ്മൾ കണ്ടത് അതിന്റെ നല്ല വശങ്ങളാണ്. പക്ഷേ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടല്ലോ, അല്ലേ? ഇനി നമ്മൾ വരുന്നത് ഏറ്റവും നിർണായകമായ ഒരു വ്യത്യാസത്തിലേക്കാണ്. OCI എന്നത് പൂർണ്ണ പൗരത്വമല്ലെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയാൻ ഒരു കാരണമുണ്ട്. OCI കാർഡ് ഉടമകൾക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ഇല്ലാത്തത് എന്ന് നോക്കാം. ഇവിടെയാണ് ആ വലിയ ചുവന്ന വര വരുന്നത്. ഏറ്റവും പ്രധാനം, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമേ ഇല്ല. അതായത് ഈ രാജ്യത്തെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ അവർക്ക് സാധിക്കില്ല. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ജഡ്ജി തുടങ്ങിയ ഒരു ഭരണഘടനാ പദവിയിലും എത്താൻ യോഗ്യതയില്ല. MPയോ MLAയോ ആകാനും കഴിയില്ല. പിന്നെ സർക്കാർ ജോലിയിൽ തുല്യ അവസരം വേണമെന്ന് പറയാനും അവർക്ക് സാധിക്കില്ല. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ ഭാഗം പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണം. നമ്മുടെ ഭരണഘടനയിലെ ചില മൗലികാവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. ആർട്ടിക്കിൾ 15, അതായത് ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ പേരിലുള്ള വിവേചനത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 16, സർക്കാർ ജോലിയിലെ അവസര സമത്വം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 19, അതിലാണ് സംസാര സ്വാതന്ത്ര്യം പോലുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ വരുന്നത്. അതോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ 29, 30 എന്നിവയും പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. പൗരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമുണ്ട്. അതാണ്
2019 പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA. എന്താണ് ഈ നിയമം ചുരുക്കത്തിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ CAA 2019 പ്രധാന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. ഇത് ബാധകമാകുന്നത് 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ്: അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. അവിടുന്ന് വന്ന ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ എന്നീ 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ഇതിന്റെ പ്രയോജനം. നിബന്ധന ഇതാണ്: 2014 ഡിസംബർ 31 അതിനു മുമ്പോ അവർ ഇന്ത്യയിൽ പ്രവേശിച്ചിരിക്കണം. ഈ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നേടാനുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കുക എന്നതാണ് ഈ നിയമഭേദഗതിയുടെ ലക്ഷ്യം. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഉറപ്പായും ഓർത്തുവയ്ക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. 1. പൗരത്വം എന്നത് നിയമപരവും രാഷ്ട്രീയമായ അവകാശങ്ങളിൽ വ്യക്തമായ ഒരു വേർതിരിവുണ്ടാക്കുന്നു. 2. OCA എന്നത് ഒരുപാട് ആനുകൂല്യങ്ങളുള്ള ഒരു പ്രത്യേക സ്റ്റേറ്റസാണ്, പക്ഷേ അതൊരിക്കലും ഇരട്ട പൗരത്വവുമല്ല. 3. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവ പൗരന്മാരുടെ മാത്രം കോട്ടയാണ്. 4. ഇന്ത്യൻ വംശജർക്ക് പ്രധാനമായും ഇന്ത്യയിലെ താമസത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നേടാൻ വ്യക്തമായ വഴികളുണ്ട്. നമ്മൾ കണ്ടു, പൗരത്വം എന്ന് പറയുന്നത് അവകാശങ്ങളെക്കുറിച്ചുള്ളതാണ്. എന്നാൽ ലോകം മുഴുവൻ ഒരു ഗ്രാമം പോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഒരു പൗരനും അല്ലാത്തവനും തമ്മിലുള്ള ആ അതിർവരമ്പ് എവിടെ, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി. നമസ്കാരം. ഇന്ത്യൻ പൗരത്വം കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം, അല്ലേ? പക്ഷേ ആരാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന് ശരിക്കും തീരുമാനിക്കുന്നത്? ഒരു തർക്കം വന്നാൽ എന്ത് സംഭവിക്കും? അപ്പോഴാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ റോൾ വരുന്നത്. അപ്പോ ഈ ഒരു സങ്കീർണമായ ചോദ്യത്തിൽ സുപ്രീം കോടതിയുടെ പങ്ക് എത്രത്തോളം നിർണായകമാണെന്ന് നമുക്ക് ഇന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ആരാണൊരു ഇന്ത്യൻ പൗരൻ? അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ഈ വിഷയത്തിൽ അവസാന വാക്ക് ആരുടേതാണ്? ഇതൊന്നും പുതിയ ചോദ്യങ്ങളല്ലാട്ടോ. പതിറ്റാണ്ടുകളായി നമ്മുടെ കോടതികൾക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ശരി, നമ്മൾ ഈ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പൗരത്വത്തിൽ കോടതിയുടെ അവസാന വാക്കെന്താണെന്ന് നമ്മൾ കാണും. പിന്നെ ഒരുപാട് ചർച്ചകൾക്ക് കാരണമായ അസം പൗരത്വ പ്രശ്നത്തിലേക്ക് കടക്കും. അത് കഴിഞ്ഞ് സാധാരണ പൗരന്മാരുടെയും OCI കാർഡുള്ളവരുടെയും അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും ഒരാൾക്ക് എങ്ങനെയാണ് പൗരത്വം നഷ്ടപ്പെടുന്നതെന്നും നോക്കും. അവസാനം ഈ നിയമങ്ങളെല്ലാം കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്നും വിലയിരുത്തിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. പൗരത്വം, കോടതിയുടെ അന്തിമവാക്ക്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് പൗരത്വ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ പങ്കാണ്. അതായത് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുന്നത് കോടതിയല്ലേ? ആ ഒരു നിർണായക റോളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. അസം പൗരത്വ പ്രശ്നം. ഇന്ത്യയിലെ പൗരത്വത്തെക്കുറിച്ചുള്ള ചർച്ചകളിലെ ഏറ്റവും സങ്കീർണമായ ഒരു ഏടാണിത്. അസമിലെ കുടിയേറ്റവും അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന നിയമപരമായ വെല്ലുവിളികളുമൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോ അസമിലെ ആ പ്രധാനപ്പെട്ട കേസിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കൊരു നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കണം. IMDT ആക്ട്. ഇതിന്റെ മുഴുവൻ പേര് ഇല്ലീഗൽ മൈഗ്രൻസ് ഡിറ്റർമിനേഷൻ ബൈ ട്രൈബ്യൂണൽസ് ആക്ട് 1983 എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് അസം സംസ്ഥാനത്തിനു വേണ്ടി മാത്രമുള്ള ഒരു നിയമമായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുക, അവരെ നാടുകടത്തുക, ഇതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെയാണ് നമ്മൾ സർബാനന്ദ് സോനോവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ആ നിർണായക കേസിലേക്ക് എത്തുന്നത്. അസമിലെ വ്യാപകമായ അനധികൃത കുടിയേറ്റമാണ് ഈ കേസിന്റെ പശ്ചാത്തലം. കോടതിക്ക് മുന്നിലുണ്ടായിരുന്ന പ്രധാന ചോദ്യം ഇതായിരുന്നു: ഈ IMDT നിയമത്തിന് ഭരണഘടനാ സാധുതയുണ്ടോ? അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നു. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, അത് റദ്ദാക്കുന്നു. ഒറ്റ വിധി കൊണ്ട് അസമിലെ അനധികൃത കുടിയേറ്റത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരമായ വഴികൾ മൊത്തത്തിൽ മാറിമറിഞ്ഞു എന്ന് തന്നെ പറയാം. കോടതിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിരുന്നു. കോടതി പറഞ്ഞതിങ്ങനെയാണ്: അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും നാടുകടത്താനും ഈ IMDT നിയമം ഒരു സഹായമായിരുന്നില്ല, മറിച്ച് ഒരു തടസ്സമായിരുന്നു. എന്നുവെച്ചാൽ ഈ നിയമം ഒരു പരിഹാരമല്ല, പ്രശ്നത്തിന്റെ ഭാഗം തന്നെയായിരുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചത്. IMDT നിയമം ഇല്ലാതായതോടെ ചർച്ചകൾ പതിയെ NRCയിലേക്ക്, അതായത് ദേശീയ പൗരത്വ രജിസ്റ്ററിലേക്ക് മാറി. ഇവിടെയാണ് അബ്ദുൾ ഖുദ്ദൂസ് കേസിന്റെ പ്രസക്തി. ഈ കേസ് ഒരു നിയമത്തെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചായിരുന്നു.
അതായത് ആവശ്യത്തിന് രേഖകളില്ല എന്ന കാരണം പറഞ്ഞ് ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുമ്പോൾ പാലിക്കുന്ന നടപടിക്രമങ്ങൾ ശരിയായതാണോ, നീതിയുക്തമാണോ എന്നതായിരുന്നു കോടതി പ്രധാനമായും പരിശോധിച്ചത്. ഈ അബ്ദുൾ ഖുദ്ദൂസ് കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഒരു പരമ്പരയുടെ ഭാഗമായിരുന്നു. സിരാജുൽ ഹക്ക് കേസ്, അസം പബ്ലിക് വർക്ക്സ് കേസ്, അങ്ങനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ NRCയെയും അതിനോട് ചേർന്നുള്ള വിഷയങ്ങളെയും സ്വാധീനിച്ച ഒരുപാട് വിധികളുണ്ടായിരുന്നു. അതിലൊന്ന് മാത്രമായിരുന്നു ഇത്. ഇനി ഈ ടൈം ലൈൻ നോക്കുമ്പോഴാണ് ശരിക്കുള്ളൊരു ചിത്രം നമുക്ക് കിട്ടുന്നത്. പതിറ്റാണ്ടുകളായി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ. 1983 IMDT നിയമം വരുന്നു. 2005 അതൊരു വലിയ വഴിത്തിരിവാകുന്നു. കോടതി അത് റദ്ദാക്കുന്നു. പിന്നെയും തീർന്നില്ല. 2019 NRC നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നീണ്ട നിയമ പോരാട്ടത്തിന്റെ കഥയാണ്. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ വിഷയമൊന്ന് ചെറുതായി മാറ്റുകയാണ്. ആരാണ് പൗരൻ എന്ന ചോദ്യത്തിൽ നിന്ന് മാറി അവർക്ക് എന്ത് അവകാശങ്ങളുണ്ട് എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ചും ഓവർസീസ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ അഥവാ OCI കാർഡ് ഉടമകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ അടുത്ത കാലത്ത് വന്ന ഒരു വിധി വളരെ പ്രധാനമാണ്. അനുഷ്ക രഘുന്ദ്വാർ കേസ്. സംഭവം ഇതാണ്. OCI കാർഡുടമകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചില ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ചില വിജ്ഞാപനങ്ങൾ ഇറക്കി. അപ്പോൾ കോടതിക്ക് മുന്നിലെത്തിയ ചോദ്യം ഇതായിരുന്നു: ഈ പുതിയ നിയമങ്ങൾ ഓൾറെഡി OCI കാർഡ് ഉള്ളവർക്ക് ബാധകമാക്കാമോ? കോടതിയുടെ ഉത്തരം ഇല്ല എന്നായിരുന്നു. പുതിയ വിജ്ഞാപനങ്ങൾ ഭാവിയിലേക്ക് മാത്രമേ പ്രയോഗിക്കാൻ കഴിയൂ, അതായത് മുൻകാല പ്രാബല്യം നൽകാനാവില്ല. അപ്പോൾ ഈ ഒരു വിധിയിലൂടെ നിലവിലുള്ള അവകാശങ്ങളെ കോടതി എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്ന് ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. നോക്കൂ, വിധിക്ക് മുൻപ് ഒരു പുതിയ നിയമം വന്നാൽ അത് എല്ലാ OCI കാർഡുടമകൾക്കും ബാധകമാകുമായിരുന്നു. അവരെപ്പോൾ കാർഡെടുത്തു എന്നത് ഒരു വിഷയമായിരുന്നില്ല. പക്ഷേ ഈ വിധിക്ക് ശേഷം കാര്യങ്ങൾ വ്യക്തമായി. ഒരു പുതിയ നിയമം വന്നാൽ ആ നിയമം വന്നതിന് ശേഷം OCI കാർഡിനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ അത് ബാധകമാവുകയുള്ളൂ. അടുത്തത് നാലാമത്തെ ഭാഗം, പൗരത്വം നഷ്ടപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്. അപ്പോ പൗരത്വം നേടാൻ കഴിയുന്നതുപോലെ തന്നെ അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതിനുള്ള നിയമപരമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ലാൽ ബാബു ഹുസൈൻ കേസാണ് നോക്കുന്നത്. ഈ കേസിൽ ഒരാൾ വിദേശിയാണെന്ന സംശയത്തിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിക്കളഞ്ഞു. അപ്പൊ കോടതിയുടെ മുന്നിലെത്തിയ ചോദ്യം ഇതായിരുന്നു: ഒരാളുടെ പൗരത്വം നഷ്ടപ്പെട്ടോ എന്ന് തീരുമാനിക്കാൻ ശരിക്കും ആർക്കാണ് അധികാരം? കോടതിയുടെ വിധി വളരെ നിർണായകമായിരുന്നു. പൗരത്വ നിയമത്തിൽ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി, അതായത് അതിനായി നിയോഗിക്കപ്പെട്ട ഒരു അതോറിറ്റിക്ക് മാത്രമേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് തോന്നിയ പോലെ ഒരാളുടെ അവകാശങ്ങൾ എടുത്തുകളയാൻ പറ്റില്ലെന്ന് ഈ വിധി ഉറപ്പിച്ചു. അപ്പോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി എന്ന വാക്കാണ്. ഇത് ഏതെങ്കിലും ഒരു സാധാരണ ഇലക്ട്രൽ ഓഫീസർക്ക് എടുക്കാവുന്ന ഒരു തീരുമാനമല്ല. ഒരാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു എന്ന് ഔദ്യോഗികമായി അന്വേഷിച്ച് കണ്ടെത്താൻ പൗരത്വ നിയമപ്രകാരം തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു സമിതിയോ ആയിരിക്കുമിത്. എന്നാൽ ഇങ്ങനെയുള്ള നിയമപരമായ സംരക്ഷണം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് വഞ്ചനയുടെ കാര്യത്തിൽ സർക്കാരിന് ശക്തമായി ഇടപെടാനുള്ള അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഗോറുൽ ഹസൻ കേസ്. ഈ കേസിൽ കോടതി പറഞ്ഞത് ആരെങ്കിലും കള്ളത്തരം കാണിച്ചോ തെറ്റായ വിവരങ്ങൾ നൽകിയോ ആണ് പൗരത്വം നേടിയതെങ്കിൽ അത് റദ്ദാക്കാൻ സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ടെന്നാണ്. അപ്പൊ നോക്കൂ, ഒരാളുടെ പൗരത്വം റദ്ദാക്കുന്നതിന് കൃത്യമായ നിയമപരമായ ഒരു നടപടിക്രമം പാലിക്കേണ്ടതുണ്ട്. ഇവിടെ കാണുന്നതുപോലെ വെറുതെ ഒരു ആരോപണമുണ്ടായാൽ മാത്രം പോരാ. ആദ്യം ഒരു ചോദ്യമുയർന്നു വരുന്നു. അത് കഴിഞ്ഞാൽ ആ വിഷയം ആ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് കൈമാറണം. അവർ അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തും. അതിനുശേഷം മാത്രമേ അന്തിമമായ ഒരു നിയമപരമായ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇതെല്ലാം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ കേസുകളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നിയമതത്വങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം ഒരു സംഗ്രഹം. ഒന്നാമത്തെ കാര്യം, IMDT ആക്ട് പോലെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ റദ്ദാക്കാൻ നമ്മുടെ ജുഡീഷ്യറിക്ക് കഴിയും. 2, NRC കേസുകളിൽ കണ്ടതുപോലെ പൗരത്വം തീരുമാനിക്കുന്നതിൽ നടപടിക്രമങ്ങളിലെ കൃത്യതയും നീതിയും വളരെ പ്രധാനമാണ്. 3, OCI ആനുകൂല്യങ്ങൾ പോലെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞ അവകാശങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ എടുത്തുമാറ്റാൻ പറ്റില്ല.
4. പൗരത്വം നഷ്ടപ്പെട്ടോ എന്ന് തീരുമാനിക്കാൻ ആ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് മാത്രമേ അധികാരമുള്ളൂ. അവസാനമായി 5-ാമത്തെ പോയിന്റ്, കള്ളത്തരം കാണിച്ചു നേടിയ പൗരത്വം റദ്ദാക്കാൻ സർക്കാരിനും അധികാരമുണ്ട്. അപ്പോ നമുക്കൊരു ചിന്തയോടെ ഇത് അവസാനിപ്പിക്കാം. നമ്മുടെ സമൂഹവും നിയമങ്ങളുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ ഈ ഇന്ത്യൻ പൗരൻ എന്ന നിർവചനത്തെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള എന്തു പുതിയ ചോദ്യങ്ങളായിരിക്കും ഭാവിയിൽ വരാൻ പോകുന്നത്? തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണത്, അല്ലേ?